അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നിങ്ങളെല്ലാവരും കണ്ടല്ലേ, അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പം അനുമോൾ ഡയറക്റ്റായിട്ട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ല, എന്നാലും അനുമോൾ ഇഷ്ടമല്ലെന്നുള്ള കാര്യം പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ അനീഷ് പിണങ്ങിപ്പോന്നു അല്ലേ? നിങ്ങൾ കണ്ടില്ല, അനീഷ് പിണങ്ങിപ്പോന്നു. ഇത് അനുമോൾ ആദിലയോടും നൂറയോടും നിവർത്തിയിട്ട് ഷാനവാസിനോടും പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ. ഓക്കെ, അവിടെ അക്ബറും സബുമാനും നിവിനുള്ള അറിയാത്ത ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് സംഭവം. ഇതിലെനിക്ക് പറയാനുള്ളത്, അനീഷ് അതിന് ശേഷം മിണ്ടുന്നില്ല. ഓക്കെ, അനുമോളോടും മിണ്ടുന്നില്ല, ഷാനവാസിനോടും ഒന്നും ആരോടും അങ്ങനെ മിണ്ടുന്നില്ല. അനീഷിന് എന്താ ബോധമില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് അനീഷിൻ്റെ പ്രശ്നം? ഓക്കെ, ഇഷ്ടം തോന്നുന്നത് ഒരു സ്വാഭാവികമാണ്. ആരോടും ഇഷ്ടം തോന്നുക എപ്പം വേണം തോന്നാം. നമുക്ക് ഇഷ്ടം എപ്പോഴാണ് വരുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അനുമോൾ പറഞ്ഞ് അനുമോൾക്ക് പറയാനുള്ള കേട്ടിട്ട് എണ്ണിച്ചു പോകണമായിരുന്നു. അതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഒരാളെ അനീഷ് ഇപ്പോൾ നിർബന്ധിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് അനീഷ് കാണുന്നത്. അനീഷിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് കല്യാണം കഴിച്ച എങ്ങനെ ഒരു പെൺകുട്ടി നിൽക്കും എന്നുള്ള ചിന്ത പോലും എല്ലാവർക്കും വരുന്നുണ്ട്. കാരണം ഒരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എണ്ണിച്ചു പോയി പിണങ്ങിപ്പോവുക, അല്ലെങ്കിൽ അനീഷിനെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കണ്ടേ? അനീഷ് ഒരു രണ്ടാമത്തെ വിവാഹം, ഒരു ഡിവോഴ്സായ ഒരു വ്യക്തിയാണ്. അത് ഓർമ്മ വേണം. അനുമോൾ കല്യാണം പോലും കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. ഞാനിത് പറയാൻ കാരണം എനിക്കങ്ങനെ തോന്നി. എന്താ വെച്ചാൽ അനീഷ് ഇഷ്ടം തോന്നുന്ന ആർക്ക് വേണമെങ്കിലും ഇഷ്ടം തോന്നുന്ന പ്രപ്പോസൽ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇഷ്ടമാണ്, കല്യാണം കഴിക്കാം. പക്ഷേ അനുമോൾ പറഞ്ഞു ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പോലും അനീഷ് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നു. ദേഷ്യപ്പെട്ടിട്ട് മിണ്ടുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. ഇതെന്താ 38 വയസ്സെങ്ങാണ്ടായെന്ന് തോന്നുന്നു അനീഷിന്. ഇപ്പം 40 വയസ്സായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം 40 വയസ്സായുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഉടനെ പിണങ്ങി നടക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പിണക്കും, നിസ്സാര കാര്യത്തിനൊക്കെ പിണക്കം നടക്കുന്നവരൊക്കെ എങ്ങനെ വിവാഹം ചെയ്ത് ജീവിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. പലരും എന്നെ ഇനി പൊങ്കാലയിടാൻ വരുമായിരിക്കും അനീഷിൻ്റെ ഫാൻസൊക്കെ. സത്യമായിട്ട് തന്നെ നമ്മളെപ്പോഴും പറയണമല്ലോ. അപ്പം ഈ ഒരു ഷോയിൽ, ഇത്രയും വലിയൊരു ഷോയിൽ വന്നിട്ട് അനീഷ് ഒരു ഡ്രാമ കാണിക്കുക കണ്ടന്റിന് വേണ്ടി. ഇപ്പം തന്നെ അങ്ങനെ ഒരു കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല ആൾക്കാരും അനുമോട് എതിരായിട്ട് വരും. അനീഷിൻ്റെ ഫാൻസ് എല്ലാം കൂടി ഇപ്പം അനുമോട് എതിരായിട്ട് വരും. പണ്ട് റോബിൻ്റെയും ദിൽഷയുടെയൊക്കെ നടന്നിട്ട് കൊണ്ട് തന്നെ സംഭവം ഇപ്പം അനുമോട് എതിരായിട്ട് എല്ലാവരും വരാൻ ശ്രമിക്കും. അനുമോക്കും അത് പേടിയുണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് അനീഷിന് അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു. അനീഷ് കഴിഞ്ഞിട്ട് അനീഷിന് നോർമലായിട്ടുള്ള രീതിയിൽ അനുമോളോട് ഇഷ്ടമാണെന്ന് പറയാറുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയിൽ വന്നിട്ട് അനീഷിൻ്റെ വിചാരം അനുമോളൊന്നും തമാശ കാണിക്കുന്ന ആർക്കും മനസ്സിലാകത്തില്ല. അനീഷിന് കോമൺ സെൻസ് ആയിട്ടൊന്നും ചിന്തിക്കുന്ന കാര്യമുള്ളൊരു ഡിവോഴ്സ് ആയിട്ടൊരു വ്യക്തിയാണ് അനീഷ്. അപ്പോൾ ആ അനീഷിനോട് അങ്ങനെ പ്രേമമാണെന്നും പറഞ്ഞാൽ ഏതൊരു കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി നടക്കും, അത് 30 വയസ്സുള്ള ഒരു കുട്ടി അങ്ങനെ നടക്കും, ഒരു ഫിലിം ഇതായിട്ടുള്ള. ഞാനങ്ങനെ ഇത് പറയുന്നതല്ല കേട്ടോ, വലിയ ആൾ ചെറിയ ആളെന്നൊന്നും അല്ല, നമ്മുടെ സ്വാഭാവികമായിട്ട് നാട്ടിൻപുറത്ത് നടക്കുന്ന കാര്യം പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരാൾ അങ്ങനെ പറയും തോന്നുന്നല്ലോ. അനീഷ് ഇഷ്ടം പറയും, പ്രശ്നമില്ല. പക്ഷെ അനീഷ് അതൊരു ഇഷ്യൂ ആയിട്ട് എടുത്തിട്ട് സീരിയസ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, വിട്ടെന്ന് വെച്ചാൽ അനുമോളോട് സംസാരിച്ചേണ്ട. ഓക്കെ, അനുമോളോട് സംസാരിക്കേണ്ട, മറ്റുള്ളവരോട് മര്യാദക്ക് സംസാരിച്ചെന്താ അനീഷിന്? ഇപ്പം എന്താ പറയുന്നത് വെച്ചാൽ അനീഷിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വലുതായിട്ട് ഇഫക്റ്റ് ആക്കും. കാരണം നാളെ ഇനി ലാലേട്ടൻ വന്നിട്ട് ഒരു സംശയം ഒരു കാര്യമായിട്ട് സംസാരിക്കും. അത് പിന്നീട് ഒന്നുകൂടെ ലോകം മുഴുവനും അറിയും. അതൊക്കെ അനുമോക്കായാലും അതൊരു ഫ്യൂച്ചറിലൊരു പ്രശ്നമായിട്ട് വരും. കാരണം അവരൊക്കെ കുറേ അനീഷിനെ കളിപ്പിക്കാൻ വേണ്ടി കുറേ ആക്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി എടുത്തിട്ട് ഒരു പൊങ്കാല ഇടാനായിട്ടുള്ളൊരു ചാൻസുകൾ വളരെ കൂടുതലാണ്. എന്തുവാണ് അനീഷിന് ഇഷ്ടം വരാൻ കാര്യം ശരിയാണ്. പക്ഷേ ഈ കാണിച്ചത് മിണ്ടാതെ നടക്കുക, ആ ഒരു പിണക്കം കാണിച്ചൊക്കെ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇത്രയൊരു ഗെയിം സ്ട്രാറ്റജി ആണോന്നും അറിയാൻ പറ്റത്തില്ല. എന്താണ് അനീഷിൻ്റെ സ്വഭാവം? അറിഞ്ഞുകൊണ്ട് കാണിക്കുന്ന, വോട്ട് സ്പ്ലിറ്റ് ആകാതിരിക്കാൻ വേണ്ടി കാണിക്കുന്നതാണോ അറിയാൻ. എപ്പോഴും 2-3 വീഡിയോ ഞാൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല, ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പം അനീഷിനോട് എന്ന് പറയുന്നത്, ഫാൻസിനോടല്ല ആരോടും പറയുന്നത്. ഇത് അനീഷ് ഒരു മോശപ്പെട്ട സംഭവം എന്നല്ല പറയുന്നത്. അപ്പം ഇതൊരു ഷോ ആണെന്നുള്ള കാര്യം നമുക്കൊരു ഇതിൽ വെക്കണം. ലവ് ട്രാക്ക് പിടിക്കണമെങ്കിൽ അനീഷിന് സ്റ്റാർട്ടിങ്ങിലേ ചെയ്യാമായിരുന്നു. ഇനി ഒരു 9 ദിവസം, ഇനി ഒരു 8 ദിവസം കൂടി ഉള്ളൂ. ഈ 8 ദിവസത്തിനുള്ളിൽ ആ കുട്ടിക്കും ടെൻഷനാക്കി, ബാക്കിയുള്ളവർക്കും ടെൻഷനാക്കി, അനീഷിനും ടെൻഷനാക്കി, എന്തിനു വെറുതെ ഒരു സംഭവത്തിലേക്ക് പോകും? എന്തിനും ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഫൈനൽ കഴിഞ്ഞിട്ട് ചെയ്താൽ പോരായിരുന്നോ? ഇനിയിപ്പോൾ അനീഷിൻ്റെ വിചാരം ഇനിയും അനുമോൾ ഈ വീക്ക് പോകുമോ എന്നുള്ള ചിന്തയാണോ എന്ന് അറിയത്തില്ല. ഇനിയിപ്പം അനുമോൾക്കെതിരായിട്ട് അനുമോൾ ഈ വീക്ക് പോകുമോ എന്നുള്ള ചിന്തയിലാണോ എന്നും അറിയത്തില്ല അനീഷ് കാണിക്കുന്നത്. എന്തായാലും മോശമൊന്നും പറയാൻ പറ്റില്ല. അനീഷ് ഒന്ന് അറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു. എനിക്കിപ്പോൾ ഒന്ന് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇപ്പം വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടാറ്റ.